AMMA അസോസിയേഷനിലെ മക്കളുടെ തമ്മിലടി. സംഗതി ഇപ്പം അടുത്തൊന്നും തീരും തോന്നുന്നില്ല. ആദ്യം കുറച്ച് റെലവൻ്റ് അല്ലാതിരുന്ന ടോപ്പിക്ക് പിന്നെ കയറി അങ്ങോട്ട് റെലവൻ്റ് ആയി. വൈ? ബിക്കോസ് അൻസിബ ഹസനെതിരെ ടിനി ടോം പറഞ്ഞു എന്ന് പറയപ്പെടുന്ന വളരെ മോശമായിട്ടുള്ള അവിഹിത ആരോപണം പ്ലസ് മതം പറഞ്ഞുള്ള കുറേ വൃത്തികേടുകൾ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ വിഷയം വളരെയധികം മോശമായ രീതിയിൽ എസ്കലേറ്റായി. AMMA അസോസിയേഷൻ്റെ ഓഫീസിലെ CCTV ക്യാമറ ചോർത്തിയിട്ട് അത് പത്രമാധ്യമങ്ങളിലേക്ക് കൊടുത്തു. സീരിയസ് അല്ലേ വിഷയം? ആണ്. അൻസിബ ഹസൻ എന്താണെങ്കിലും നിയമപരമായിട്ട് നീങ്ങി. ടിനി ടോമിനെതിരെയും ലക്ഷ്മി പ്രിയയ്ക്കെതിരെയൊക്കെയാണ് ഈ നീക്കം. അതിൽ നിന്ന് ലക്ഷ്മി പ്രിയയ്ക്കെതിരെ ആൻഡ് ഒരു പോലീസ് ഓഫീസർ, ലേഡി ഓഫീസർക്കെതിരെയൊക്കെ അൻസിബ ഹസൻ കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തു എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളും പിന്നെ ജനറൽ സെക്രട്ടറി AMMA അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയെ കുക്കു വായ തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാലക്കാട് വരെ പോയി മഷിയിട്ട് നോക്കിയിരുന്നു കുക്കുവിനെ, കുറച്ച് ആളുകൾ കിട്ടിയിട്ടുണ്ടായില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് കുക്കു. ഓക്കെ, കൂട്ടത്തിൽ ആദ്യമായിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഇവരെ ജനറൽ ബോഡിയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റീൻ്റെ പുറത്തുനിന്ന് കുറച്ചുകൂടി ലൈം ലൈറ്റിൽ വിസിബിലിറ്റി ഉള്ള ഒരു ഫേസ്, ഒരു നടൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ അവർ ആസിഫ് അലി. ഇങ്ങനെയാണ്. ആസിഫ് അലിക്ക് ഇതുപോലുള്ള വിഷയങ്ങളിൽ അയാളുടെ കൃത്യമായ നിലപാടുകൾ മൈക്ക് കണ്ട് ഒരു ചോദ്യം വന്നാൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അയാൾ കൃത്യമായിട്ട് പറയാറുണ്ട്. അതുതന്നെയാണ് ആസിഫ് അലി ചെയ്തത്. ദുബായിലെങ്ങാണ്ട് പത്രമാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്ത സമയത്ത് ഈ വിഷയം ചോദിച്ചപ്പോൾ ആസിഫ് അലി അൻസിബയുടെ കൂടെ എന്നുള്ളൊരു സ്റ്റാൻഡ് കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് പോവാം. ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ്. AMMA അസോസിയേഷന് ശരിക്ക് നിങ്ങൾക്ക് 2020 സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് എടുക്കാം. AMMA മക്കളടി 50-50 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സ്ക്രിപ്റ്റുള്ള വഴിയുണ്ട്. കാരണം അതുല്യ എന്ന് പറഞ്ഞ ഓഫീസ് സ്റ്റാഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത കേസും അവർക്കെതിരെ ഈ കുക്കു അടക്കമുള്ളൊരു ഗ്യാങ് നടത്തിയ ഒരു ഗൂഢാലോചന, അവിടുത്തെ സെക്യൂരിറ്റിയെ വിളിച്ച് വരുത്തി സെക്യൂരിറ്റിയെ ഹണി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ച അതുല്യ എന്ന് പറഞ്ഞ് അയാളെ പഠിപ്പിച്ചതിൻ്റെ ഒക്കെയുള്ള ഒരു വോയിസ് ക്ലിപ്പുകളൊക്കെ ആയിട്ട് അതുല്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് പോലീസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ സെക്യൂരിറ്റി കുക്കുവിൻ്റെ അടുത്ത് AMMA ഓഫീസിൻ്റെ അകത്ത് സംസാരിച്ചതിൻ്റെ ഓഡിയോ പുറത്തു വരുന്നു. ആ സംസാരിച്ചതിൽ പറയുന്നത് കുക്കുവിനെയും പിന്നെ AMMAയുടെ ട്രഷററെയും പെടുത്താൻ വേണ്ടി വേറൊരു ഗ്യാങ് നടക്കുന്നു. ഈ സെക്യൂരിറ്റി ആരടാ ഈ മുഹമ്മദ്? ഇവൻ ഇവിടെയും ചവിട്ടും അവിടെയും ചവിട്ടും, എല്ലാ തോണിയിലും കാലിട്ട് നടക്കണോ ഇവൻ? അങ്ങനത്തെ വേറൊരു സ്റ്റോറി ലൈനും ഇതിനകത്ത് പോകുന്നുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ ആസിഫ് അലി എന്താണ് പറഞ്ഞു നോക്കാം. അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം, അല്ല അതിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും. ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ എനിക്ക് കിട്ടിയിട്ടില്ല. മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാവും. അതിൽ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ വേദികളിലും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കും വരുമ്പോൾ ഇതിന് കൃത്യമായ, ഇപ്പം നമുക്ക് അതിൻ്റെ താഴെ പോയി കോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആളുകൾ എത്രത്തോളം ഇതിനെ പറ്റിയിട്ട്. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം അത് നമ്മുടെ യുക്തിയോടുകൂടി നമ്മൾ തീരുമാനിക്കണം. അതിപ്പോൾ ഞാൻ പറയുന്ന മറുപടി പോലും ഇതിനൊരു സ്പാർക്കിലേക്ക് കൊണ്ടുപോയേക്കാം. സോ ഐ ഹാവ് ടു ബി കെയർഫുൾ. ഇപ്പം നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും ഒരു സ്ത്രീ നേതൃത്വം വരുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു സമാധാനവും ഒരു ബാലൻസും വരുന്നത്. അപ്പോൾ അതൊരു സംഘടനയിലേക്കും കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കൊന്ന് വേറൊരു ഇൻഡസ്ട്രിയിലും കാണിക്കാത്തൊരു ധൈര്യമാണ്. അപ്പോൾ അവരുടെ ശരിക്കുമുള്ള കഴിവും അവരുടെ എത്രത്തോളം അവർ കേപ്പബിൾ ആണെന്നുള്ളത് ഇനി കുറച്ച് സമയം കൂടെ കൊടുക്കണം. ഇവരെല്ലാവരും ഇപ്പോൾ ശ്വേതചേച്ചി ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ളൊരു സംഘടനയുടെ മുന്നിലേക്ക് വന്നിട്ട് ഇത്രയും നാളായിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് അത് മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആസിഫ് അലി പത്രമാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാരിറ്റി സംസാരിച്ചു. ഞാനിവിടെ ഫോണൊന്നൊരു സൈഡിൽ മെല്ലെന്ന്
സൈഡാക്കാൻ നോക്കിയതാണ്. കാരണം ക്രിക്കറ്റ് കളിച്ചിട്ട് കയ്യിൻ്റെ ഇവിടെ ഭയങ്കര പെയിനാണ്, അപ്പോൾ അത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ആസിഫ് അലി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു വ്യക്തി ഇവരുടെ ഈസിക്ക് പുറത്ത് ഇവരുടെ അസോസിയേഷനിലുള്ള ഒരാൾ ആൻഡ് ഇത്രയും ഫേസിൽ നിൽക്കുന്ന ഒരു പ്രമുഖ നടൻ എന്നുള്ള രീതിക്ക് ഇയാൾ ഇത്രയെങ്കിലും പറഞ്ഞല്ലോടെ. അൻസിബയുടെ കൂടെ എന്ന് പറയുന്നത് തന്നെ അൻസിബയ്ക്ക് വലിയൊരു ബൂസ്റ്റാണ്. കാരണം ഇപ്പം തന്നെ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വന്നു. കാരണം ടിനി ടോം അങ്ങനെ ചെയ്യില്ല, ടിനി ടോം ജാതീയം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മതപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയല്ല, മോശം രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടിനീനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വന്നു. പക്ഷെ ഞാൻ പലപ്പോഴായിട്ട് ടിനി ടോമിൻ്റെ വീഡിയോസിൽ ഇൻ്റർവ്യൂസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക, ടിനി ടോം ഒരു ലൈൻ വിട്ട് കഴിഞ്ഞാൽ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നതോ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ കേട്ടാലോ ഇവനെന്ത് ഇങ്ങനെ പറയണേ എന്നുള്ള ലൈനിലേക്ക് തോന്നിപ്പോകുന്ന കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. മേ ബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഈ അൻസിബയെ ട്രിഗർ ചെയ്തിരിക്കാം. കാരണം അൻസിബ അത് നേരിട്ട് കേട്ടിട്ടില്ല എന്നാണ് അൻസിബ പറയുന്നത്. ഇത് നീന കുറുപ്പേച്ചി പറഞ്ഞിട്ടാണ് അറിയുന്നതെന്നാണ് അൻസിബയുടെ വേർഷൻ. പ്ലസ് ഒരു ഫോൺ കോളിന് ഇരുന്ന സമയത്ത് എങ്ങാണ്ട് DNA എന്ന് പറഞ്ഞൊരു പരാമർശം എങ്ങാണ്ട് പറയുന്നതായിട്ട് കേട്ടു എന്നും അൻസിബ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആസിഫ് അലിയെ പോലുള്ളൊരു നടൻ, ഈ ടിനി ടോം എന്ന് പറഞ്ഞ എന്താ പറയുക കുറേ കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തി ഓപ്പോസിറ്റ് നിന്നിട്ട് പോലും അൻസിബയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു നോക്കേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. ഇനി ഇതിൽ കുക്കു, ജനറൽ സെക്രട്ടറി ആയ കുക്കു ആദ്യമായിട്ടാണ് ഇതിൽ ഒരു 2 വാക്ക് സംസാരിക്കുന്നത്. അപ്പോൾ കുക്കു പരമേശ്വരൻ റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ബൈറ്റ് നമുക്ക് കേട്ട് നോക്കാം. ഞാനതൊരു തൊഴിൽ തർക്കത്തിൽ നിന്ന് തുടങ്ങിയ ഒരു പരാതിയായിട്ടാണ് കാണുന്നതും അതൊരു ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്നും ഞാൻ വളരെ ഉറപ്പായിട്ട് പറയുന്നു. നിയമ നടപടികൾക്ക് പോകാൻ തന്നെയാണ് അത് പേഴ്സണലി ഞാൻ തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ളത് തുടങ്ങിക്കഴിഞ്ഞു. ഏത് അന്വേഷണത്തിനും പൂർണ്ണമായിട്ട് ഞാൻ സഹകരിക്കും. അത് ശാസ്ത്രീയമായ ഒരു അന്വേഷണം വേണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. എല്ലാ അർത്ഥത്തിലും അത് അന്വേഷിച്ച് പൂർണ്ണമായ ഒരു സഹകരണത്തോടു കൂടി തന്നെ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. ഞാൻ അമ്മയുടെ കാര്യമല്ല പറയണേ. എന്തായാലും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവില് പരിഹരിക്കാത്തതൊക്കെ ജനറൽ ബോഡി എന്ന അൾട്ടിമേറ്റ് ബേസിൽ പരിഹരിക്കപ്പെടും. അത് ചെയ്യും എന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. ഓക്കെ, ഇത് തൊഴിലിടത്തിൽ ഒരു ലേഡി അനുഭവിച്ച അവരുടെ പ്രോബ്ലംസ് ആണ് എന്നുള്ളതിൽ മാത്രമാണ് കുക്കു പരമേശ്വരൻ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നത്. പിന്നെ എന്തിനാണ് ഇതിനകത്ത് ഈ തെളിവുകൾ ചികഞ്ഞ് അല്ലെങ്കിൽ ഇതിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസുകൾ, അതിൻ്റെ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ഇതിലേക്ക് എന്ത് എവിഡൻസ് ഇവർ എന്തിലേക്കാണ് ഈ ചൂണ്ടി പറഞ്ഞതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ. അവിടെയാണ് ഇതിൻ്റെ ഒരു ഗെയിം ഇരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അതുല്യ തൊഴിലിടത്ത് ഇത്രയും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യേണ്ടി വന്നു. AMMA അസോസിയേഷൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ ഓഫീസ് സ്റ്റാഫായ അതുല്യ തന്നെ ഈ സെക്യൂരിറ്റിയെ വിളിച്ച് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് എഗെയിൻ ഞാൻ വെക്കുന്നില്ല. ആ ഓഡിയോ ക്ലിപ്പിനകത്ത് അന്ന് സെക്യൂരിറ്റി പറയുന്നത് കുക്കു പരമേശ്വരനും ടീമും കൂടിയും അതുല്യക്കെതിരെ ഒരു സ്റ്റോറി ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇയാൾക്ക് പറഞ്ഞു കൊടുത്ത് അതുല്യ ഈ വ്യക്തിയെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള രീതിക്ക് നിങ്ങൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണം, അത് ഞങ്ങൾ ജനറൽ ബോഡിയിൽ ഇട്ടിട്ട് അതുല്യനെ ഞങ്ങൾ വെട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ കുക്കു പറയുന്നു കൃത്യമായ ഡിജിറ്റൽ എവിഡൻസുകൾ കുക്കു സബ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ കുക്കുയുടെ കൈവശമുണ്ട് എന്നുള്ളൊരു വേർഷനല്ലേ ഇപ്പോൾ നമ്മൾ കേട്ടെ അല്ലേ. എന്തായിരിക്കും ഈ ഡിജിറ്റൽ എവിഡൻസുകൾ? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇവർ വെച്ച് CCTV ക്യാമറ പ്ലസ് ഓഡിയോ, CCTV ക്യാമറ ഓഡിയോയും കൂടിയും കിട്ടുന്ന ആ ഒരു സെറ്റപ്പ് ഒരു AMMA ഓഫീസിൽ വെച്ചിട്ട് ഇവരുടെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രം ആക്സസ് വെച്ചു. കുക്കുയുടെ കയ്യിലും പിന്നെ ഈ പറഞ്ഞ ട്രഷറായ ഉണ്ണി ശിവപാലിൻ്റെ കയ്യിലൊക്കെയാണ് ഇതിൻ്റെ ആക്സസ് ഉള്ളത്. ഇവർക്ക് എപ്പോൾ വേണം ഇതെന്ത് ചെയ്യാം, റൈസ് ചെയ്ത് കളയാം. ഇവർക്ക് ആവശ്യമുള്ളത് മാത്രം ഇവർക്ക് എടുത്ത് വയ്ക്കാം. ഇവർക്ക് എന്ത് വേണം ചെയ്യാം, ആക്സസ് ഇവരുടെ കയ്യിലാണല്ലോ. അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഓഫീസിനകത്ത് വർത്തമാനം പറഞ്ഞതും സംസാരിച്ചതും കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ടാവും. അതിൻ്റെ ധൈര്യമാണോ ഇവർക്ക് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സെക്യൂരിറ്റി അതുല്യയെ വിളിച്ച് കുക്കു പരമേശ്വരനും ടീമും അതുല്യക്കെതിരെ ഒരു സ്റ്റോറി ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒരു സാധനം കൊണ്ടുവന്ന് നിങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ അതേ സെക്യൂരിറ്റി കുക്കു പരമേശ്വരനോട് പോയി പറയുകയാണ് കുക്കു പരമേശ്വരനെ ഉണ്ണി ശിവപാലിനെയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ബെൽറ്റ് കളിക്കുന്നു എന്ന്.
അതേ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സെക്യൂരിറ്റി ആരുടെ മുഹമ്മദ് 2 തോണിയിലും കാലിട്ട് നടക്കുന്നവൻ എന്നുള്ളൊരു ചോദ്യം വന്നത്. അമ്മയിലെ ആഭ്യന്തര തർക്കത്തിൽ ഓഫീസ് മാനേജർ അതുല്യയുടെ ആരോപണങ്ങൾ തള്ളി സെക്യൂരിറ്റി ജീവനക്കാരൻ. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെയും ട്രഷറർ ഉണ്ണി ശിവപാലിനെയും കുടുക്കാനുള്ള നീക്കമാണെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ മുഹമ്മദിന്റെ ആരോപണം. അമ്മ ഓഫീസിലെ CCTVയിലെ ഓഡിയോ സംഭാഷണം റിപ്പോർട്ടറിന് ലഭിച്ചു. കേൾക്കാം. നിങ്ങളെ ഉന്നയിച്ചാറെ ഒന്ന് ഇവിടുന്ന് ഡിസ്മിസ് രാജിപ്പിക്കുക, ഇതാണ് അവരുടെ ഉദ്ദേശം. ഇതൊന്നും അവരുടെ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അത് നടക്കാതിരിക്കെ അവർ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കോണ്ടാക്ട് വേണമെന്നില്ല, ഒരു കമ്മിറ്റ്മെന്റ് അറിയില്ല. ഇങ്ങനെ സംഭവം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നുണ്ട് കാര്യങ്ങൾ. ഓരോരുത്തർക്ക് ചേച്ചി നിൽക്കുന്നെങ്കിൽ ചേച്ചി കേട്ടിട്ടുണ്ടാവണം എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെ കേട്ടുവല്ലോ. പക്ഷെ അവര് എന്താവും, അപ്പൊ എനിക്ക് അവരെ കൂടെ നന്നത് ഇങ്ങനെ തെളിവുണ്ടാവുമ്പോൾ ഞങ്ങൾ 2 പേരും പ്രതികളാവും. അതാണ് ഏറ്റവും നല്ലത്. 2 പേരും പ്രതികളാക്കി തന്നെ നിങ്ങൾ ചേർക്കോ. എനിക്കൊരു വിഷമമില്ല. അതുല്യമായ അപകീർത്തികരമായ ബന്ധമുണ്ടെന്ന് പറയാൻ കുക്കു പരമേശ്വരൻ തന്നെ നിർബന്ധിച്ചു എന്നായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ മുഹമ്മദ് നേരത്തെ വെളിപ്പെടുത്തിയത്. ലബി സജീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലബി, അംഗങ്ങൾ തന്നെ ഇതൊരു അധോലോകമാണ് എന്ന് പറഞ്ഞൊരു സംഘടനയെ കുറിച്ചാണ് ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിക്കേണ്ടി വരുന്നത്. അതെ, ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് ഇനി മുഹമ്മദ് പറയണം. ഈ സെക്യൂരിറ്റി ഒരു സൈഡിൽ അതുല്യ ഈ ഓഫീസ് സ്റ്റാഫിനെ വിളിച്ചിട്ട് ഈ സെക്യൂരിറ്റി പറയുന്നു, ഞാൻ നിങ്ങളുടെ ഭാഗത്താണ്, അവരെന്നെ നിങ്ങൾ ട്രാപ്പ് കുടുക്കി എന്നുള്ളത് നെറേറ്റീവ് കൊണ്ടുവന്ന് അതെന്നോട് പറയാൻ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തില്ല. ഇപ്പുറത്ത് പോയിട്ട് പറയുന്നു നിങ്ങളെല്ലാവരെയും വെട്ടാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു ഗ്യാങ് ഉണ്ട് എന്നുള്ളത് അവിടെ പോയി പറയുന്നു. ഇനി ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ലാലേട്ടനും മമ്മൂട്ടി അടക്കമുള്ള ലെജൻസ് നിങ്ങളിതിൽ റിയാക്ട് ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ സംഘടനയുടെ ഓഫീസിലെ CCTV വിഷ്വലും അതിൻ്റെ ഓഡിയോ, ഇതിൽ വിഷ്വൽസ് ഇല്ലെങ്കിലും ഇതിൽ ഓഡിയോ CCTV എടുത്ത ഓഡിയോ ആണ്. ഈ ഓഡിയോ പുറത്ത് വരുന്നു, ഒരു ചാനലിലേക്ക് എത്തുന്നു. ഇതെങ്ങനെ എത്തി, ആര് കൊടുത്തു, ഇത് എവിടുന്ന് ചോർന്നു? ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? നിങ്ങളുടെ അസോസിയേഷൻ്റെ അകത്ത് വളരെ പ്രൈവസിയിലിരിക്കേണ്ട, പ്രൈവറ്റായിട്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് ഈ എടുത്ത് പോയപ്പോൾ. നാളെ ഇവർ എന്തൊക്കെ എടുത്ത് പുറത്തിടും, എന്തൊക്കെ ഇവരെടുത്ത് പുറത്തിടും, എന്തൊക്കെ ഇവരെ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ രീതിയിൽ അധോലോകം തന്നെ പറയുക, ഇതിന് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അധോലോകം. ആ അസോസിയേഷൻ്റെ പടി ചവിട്ടി ഇനി ഒരാൾക്ക് പേടിയില്ലാതെ ഉള്ളിൽ പോകാൻ പറ്റും? ഇതിൻ്റെ ആക്സസ് ആരെ കയ്യില്ല, ഇതിൻ്റെ റെക്കോർഡിങ്സ് ആരെ കയ്യില്ല? ഇനി ഇത് റെക്കോർഡ് ചെയ്യുമോ, ഇത് ചെയ്താൽ ഇത് പുറത്ത് വിടുമോ? ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾ ഇനി ആ ഒരു AMMA ഓഫീസിനകത്ത് ചെല്ലും. മോശമാണ്. കാരണം ഇത് ജനറൽ ബോഡിയിലും അവർ ECൻ്റെ അകത്തും മാത്രം ഡിസ്കസ് ചെയ്ത് തീരേണ്ട ഒരു വിഷയം പേഴ്സണൽ ഗ്രഡ്ജും ഈഗോയും കാരണം എല്ലാം കൂടി വന്ന് സോഷ്യൽ മീഡിയയിലും ന്യൂസിലും എത്തി. ഇപ്പം അതാ ചോർത്തി കൊടുക്കാനും തുടങ്ങി. ബൈ ദ വേ, റിപ്പോർട്ടർ ചാനലിൻ്റെ അടക്കം ഈ ഒരു ഓഡിയോ ചോർത്തി കൊടുത്തത് ആരാ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് നമ്മളെ ഹൈദർബായിൻ്റെ 1-2 ടോക്സിൽ ആ 1-2 ടോക്സിൽ ഈ ഒരു AMMA വിഷയം അങ്ങേര് ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. കാരണം അങ്ങേർക്ക് ഈ MMA അസോസിയേഷനിലുള്ള ആളുകളായിട്ട് അത്യാവശ്യം പിടിയുള്ളതുകൊണ്ടും ഇവരുടെ കുറേ വർക്ക് മറ്റേ പ്രോഗ്രാംസ് അങ്ങേര് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടും അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങേർക്ക് അറിയാം. ഈ കുക്കു പരമേശ്വരൻ ആദ്യം പ്രതികരിച്ചപ്പോൾ പറഞ്ഞു ഡിജിറ്റൽ എവിഡൻസ് തെളിവ് അത് പരിശോധിക്കും വേണം, ഇവരുടെ കയ്യിലുള്ളതിനെ കുറിച്ചും പറഞ്ഞു. അത് ഈ CCTVയിലെ ഓഡിയോ ആണ് എന്നുള്ളത് ഇപ്പോൾ ഇത് പുറത്ത് വന്നപ്പോൾ നമുക്ക് വ്യക്തമായി. അപ്പോൾ CCTVയുടെ ഓഡിയോ ഒന്നില്ലെങ്കിൽ കുക്കു പരമേശ്വരൻ എന്ത് ചെയ്യണം, മീഡിയയ്ക്ക് കൊടുക്കണം, ഈ ഉണ്ണി ശിവപാൽ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇവർ 2 പേരിൽ ഏതെങ്കിലും ഒരാൾ ഇത് വേറൊരു വ്യക്തിക്ക് കൊടുത്ത് ആ വ്യക്തി ഇത് മീഡിയയിൽ കൊടുക്കണം, എന്നാലും ഇത് പുറത്ത് വരും. ആരാ അത് കൊടുത്തേ നമുക്ക് നോക്കാം. Gave it to Mala Parvati, she asked. Gave it to Mala Parvati, she asked. ഇപ്പോൾ എവിടെ നിന്നാണ് വാർത്തകൾ ചോരുന്നത്? ചില ആളുകൾ പറയുന്നുള്ളൂ യൂട്യൂബറിൻ്റെ അടുത്ത് യൂട്യൂബറിന് എങ്ങനെ വാർത്ത കിട്ടുന്നു എന്നെ ഉൾപ്പെടുത്തുന്നതിലേക്ക് ചോദിക്കും. പല യൂട്യൂബർമാർക്കും കിട്ടുന്നു. ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ യൂട്യൂബറിന് എങ്ങനെ വാർത്ത കിട്ടുന്നു എന്ന് എല്ലാ ചാനലിലും പോയി ഇപ്പോഴും അന്നും പേരെടുത്ത് സംസാരിച്ച മാലാ പാർവതി കഴിഞ്ഞ ദിവസവും പറഞ്ഞതു, ഞാൻ കുക്കു ഒരു ചാനൽ സാറെ പറഞ്ഞു കുക്കിൻ്റെ അടുത്ത് കുറേ തെളിവുകളുണ്ട്, കുക്കു ഒരു പുറത്ത് വിടും, ഞാനും ഇത് അറിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ഇത് മാലാ പാർവതി ചോദിച്ചു. മാലാ പാർവതിക്ക് ഈ CCTV ദൃശ്യങ്ങൾ കൊടുത്തു. മാലാ പാർവതിയാണോ കുക്കു ആണോ ചാനലിന് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ അറിയാതെ പറയില്ല, അത് ചാനലിൻ്റെ രഹസ്യമാണ്, അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കുക്കു പറയുന്നു ഞാൻ മാലാ പാർവതി ചോദിച്ചപ്പോൾ ഞാനിത് കൊടുത്തു. എന്ത് സിമ്പിളാണല്ലേ. നമ്മളൊക്കെ ഒരു വാർത്ത ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഈ വാർത്തകൾ ചോരുന്നത്?
ഇപ്പോൾ എവിടെ നിന്നാണ് ചോരുന്നതെന്ന് കൃത്യമായി അമ്മയുടെ അംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ചെറിയൊരു യൂട്യൂബ് ചാനലെങ്കിൽ നമുക്കൊക്കെ ചെറിയ ചെറിയ വാർത്തകൾ കിട്ടും. ചെറിയ ചെറിയ വാർത്ത അവിടെയുള്ള കമ്മിറ്റി കഴിയുമ്പോൾ അവരെയൊക്കെ വിളിക്കും. അപ്പോൾ അവരെ വിളിക്കുന്ന അമ്മയിലെ ചില സുഹൃത്തുക്കളുണ്ടാവും. ആ സുഹൃത്തുക്കൾക്ക് ഇവർ പറഞ്ഞിട്ടും അങ്ങനെ ഇത് എന്തായിരിക്കും നടന്നത് ചെറിയ ചെറിയ വാർത്തകൾ. പക്ഷേ വലിയ വാർത്തകളൊക്കെ വലിയ ചാനലിന് കൊടുക്കാൻ ജനറൽ സെക്രട്ടറിക്ക് മാത്രമേ. ജനറൽ സെക്രട്ടറി നമുക്കൊന്നും വിളിച്ച് പറയാറില്ല. എങ്ങനെ ഇരിക്കുന്നു? ഞാനും ശ്രദ്ധിച്ചിരുന്നു മാലാപാർവതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പല ന്യൂസ് ചാനലുകളും ബൈറ്റ് എടുക്കാൻ വരും. ഒരു യൂട്യൂബർക്ക് കിട്ടുന്ന എല്ലാ ന്യൂസും ഒരു യൂട്യൂബർ വഴി എല്ലാം പുറത്തറിയുന്നത്. ഹൈദർബാദിനെയാണ് റെഫർ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിരുന്ന ടീംസാ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? മാലാപാർവതിക്ക് കൊടുത്തു എന്നാണ് കുക്കു പറയുന്നത്. ഈ കുക്കു കൊടുത്തോ അതോ മാലാപാർവതി റിപ്പോർട്ടർ ചാനലിന് കൊടുത്തോ നമുക്ക് അറിയാൻ പാടില്ല. എന്താണെങ്കിലും സാധനം ചോർന്നു. അതും ഒരു കോൾ റെക്കോർഡിങ്ങോ ബാക്കി പരിപാടിയോ അല്ല, ഒരു ഓഫീസിൻ്റെ CCTV ക്യാമറേൻ്റെ ഓഡിയോ റെക്കോർഡിങ്, അതാണ് ചോർന്നിട്ടുള്ളത്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ചിലപ്പോൾ പുറത്തിരിക്കുന്നവർക്ക് നിസ്സാരമായിരിക്കും, പക്ഷെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് കാണാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബെൽറ്റുകളും ഇവിടുത്തെ ഗ്രൂപ്പുകളൊക്കെ എക്സ്പോസ്ഡ് ആയി വരികയാണ്. എന്താണെങ്കിൽ അതവിടെ നിൽക്കട്ടെ. ഈ അൻസിബ കഴിഞ്ഞ ദിവസം കേസ് കൊടുത്തു. കേസ് കൊടുത്തതിൽ ലക്ഷ്മിയെ മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുന്നു. LP വരുന്നു, മൊഴി കൊടുക്കാൻ വേണ്ടി വന്നിട്ട് ഇന്ന് കുറേ കാര്യങ്ങൾ പറയുന്നു. അൻസിബ ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അൻസിബ കുറേ കാര്യങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ഇന്നിപ്പോ ലക്ഷ്മിപ്രിയ ചേച്ചിയും പിന്നെ തൃപ്പൂണിത്തറ വനിതാ സെൽ SI രേഷ്മ മാം, അവർക്ക് രണ്ടുപേർക്കെതിരെയുള്ള മൊഴിയാണ് ഇപ്പൊ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അന്ന് അനധികൃതമായിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും വ്യാജ പരാതിയിൽ എന്നെ വിളിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാൽ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികളെല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാനാ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിന്റെ കൂടെ ഇരിക്കുകയോ? ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് എന്റെ മനസ്സിൽ വന്ന 3 പേരുകളായതുകൊണ്ട് മാലാപാർവതി ചേച്ചിയുടെ പേരും രമേശ് പിഷാരടി ചേട്ടന്റെ പേരും ധ്യാൻ ചേട്ടന്റെ പേരും ഒക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അയച്ച മെയിലിൽ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഇവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഒരു കൈലാഷ് ഒരു മ്യൂസിക് ഷോ നടത്തിയിരുന്നു, 11 ലക്ഷം രൂപ അവിടെ കൊടുത്തിരുന്നു. സരയു ഭർത്താവിനെ കൊണ്ട് ഒരു AV ജയിച്ചിരുന്നു, 2.5 ലക്ഷം രൂപ കൊടുത്തിരുന്നു. ഇതൊക്കെ അൻസിബ അന്ന് ചോദ്യം ചെയ്തിരുന്നു കാര്യങ്ങളൊക്കെ. ചോദ്യം ചെയ്തിരുന്നു. ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പോഴാണ് വാട്സപ്പ് ചാറ്റ് എടുത്ത് നോക്കിയത്. അതായത് ജനുവരി 12 പ്രസിഡന്റ് നമ്മുടെ EC വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ടെമ്പിൾ വരുന്നതിന്റെ ഡിസിഷൻ എന്താണ് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന്റെ മുന്നേ ഇതിന്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊരു ധാർമ്മികതയുടെ പേരിൽ പറയുന്നതാണ്, ഇത് ചെയ്യരുത്. ഞാനിത് ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയിലെ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്, മോളെ നീ എന്തിനാണ് മോളെ അമ്പലത്തിനൊക്കെ എതിര് നിൽക്കുന്നത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ അമ്പലത്തിനും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിനും ഒന്നും എതിര് നിൽക്കുന്ന ആളല്ല, എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഈ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി, നീ അങ്ങനെ പറയാൻ പാടുണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്നിട്ടെന്ന്. എന്തൊരു ചോർച്ചയാണ് MMAയിൽ. എല്ലാം ചോര്യാണ്. എവിടെ ആരോട് എന്ത് പറഞ്ഞത് ചോര്യാണ്. എന്തൊരു കഷ്ടമാണ് ഇത്. കഷ്ടം. എന്താണെങ്കിലും അൻസിബ ഹസൻ സ്ട്രോങ് ആയിട്ടൊരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അവർക്കെതിരെ മതപരമായും അവർക്കെതിരെ ഈ പറഞ്ഞ അവിഹിത ബന്ധങ്ങൾ ആരോപിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയ ടിനി ടോമിനെതിരെയും ഇല്ലാ കേസ് കൊടുത്തു എന്ന് അൻസിബ പറയുന്ന ലക്ഷ്മി പ്രിയയ്ക്കെതിരെയും പിന്നെ അവരെ വിളിപ്പിച്ച് അവരെ കുറേ നേരം അവിടെ പോലീസ് സ്റ്റേഷനിൽ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയ ലേഡി
പോലീസ് ഓഫീസർക്കെതിരെ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് AMMA അസോസിയേഷൻ ഇപ്പോഴും അൻസിബയെ കേൾക്കാൻ റെഡിയല്ല. ഒരു തരം ഈഗോ ആണത്. ആ ഒരു ഫെയർ കോളാണ് അൻസിബ പറഞ്ഞത്. കാരണം അവരെ കേൾക്കുക എന്നുള്ളത് അവരുടെ എന്താ പറയുക ന്യായമായ അവകാശമാണ്. അതിന് ഈ കുറ്റാരോപിതരായ ആൾക്കാരെ മുന്നിൽ തന്നെ പോയിട്ട് ഇതിരുന്ന് പറയേണ്ട കാര്യം അൻസിബയ്ക്കില്ല. ദാറ്റ്സ് എ കോമൺ സെൻസ്. അപ്പോൾ പറയും അത് AMMA അസോസിയേഷന് പുറത്തുള്ള കാര്യമാണ്. പക്ഷേ ഈ അമ്പലവും സ്പോൺസർഷിപ്പും സാധനവും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണല്ലോ ഇത് കിടക്കുന്നത്. ആൻഡ് ഇവരുടെ 2 മെമ്പേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഒരു അസോസിയേഷനിലാണെന്നുണ്ടെങ്കിൽ ആ അസോസിയേഷൻ 2 മെമ്പേഴ്സ് തമ്മിൽ പുറത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും മീഡിയേഷന് വേണ്ടി നമ്മൾ അസോസിയേഷനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയി ഇടപെടാം. രമ്യമായി തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർക്കാം. പക്ഷേ ഇവിടെ അതൊന്നും ആരും റെഡിയല്ല. ഇവിടെ എല്ലാവർക്കും ഒരു തരം ഈഗോ ആണ്. എല്ലാവർക്കും അവരുടെ ആ ഒരു ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എന്താ നാട്ടുകാരുടെ മുന്നിൽ നാറിക്കൊണ്ടിരിക്കുന്നു. നാട്ടത്തോട് നാട്ടാണ് നാട്ടുകാരുടെ മുന്നിൽ ഇരുന്ന് നാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ലക്ഷ്മിപ്രിയ ഇന്ന് മൊഴി കൊടുക്കാൻ വന്നു പോയ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വിഷമം വരുന്നത് അവരുടെയൊക്കെ വിലയേറിയ സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് കളയുന്നതിലാണ് എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും ആഭ്യന്തരമന്ത്രി ആണെങ്കിലും DGP ആണെങ്കിലും അവരുടെയൊക്കെ വിലപ്പെട്ട സമയമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കളയുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. എൻ്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും, അതായത് അൻസിബ കുറേ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഒരു കേസുമായി മുന്നോട്ട് വരുന്നത് പോലും. അപ്പം ഒരു ക്രൈം നടക്കുമ്പോൾ തെളിവുകൾ അവിടെ ഉണ്ടാകുന്നതാണ്, തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കുന്നതല്ല. അപ്പം ഇന്നലത്തെ അൻസിബയുടെ വാദം വരെ വളരെ ഭംഗിയായിരുന്നു. നമ്മൾ കണ്ടു, എന്താ പറയാ, വളരെ ഒരു പോരാളിയുടെ മുഖത്തോടു കൂടിയൊക്കെ അൻസിബ സ്റ്റേഷനിൽ നിന്ന് വന്ന് സംസാരിച്ച സംസാരം വരെ വളരെ പക്കയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പൂർണ്ണമായിട്ടും കേരള സമൂഹം മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് സഹതാപം മാത്രമാണ്. വ്യാജ തെളിവുകൾ ഉണ്ടാക്കി എന്നല്ല, തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസിബ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ അൻസിബ വിവരാവകാശം വഴി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അൻസിബ ഇത്തരം ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് തന്നെ. അപ്പൊ CCTV ഇല്ലെങ്കിലും മറ്റ് ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട് വിത്ത് ടൈം പ്രൂഫ്. അത് അൻസിബ മനസ്സിലാക്കിയിരുന്നില്ല. തെളിവെന്ന് പറയുന്നത് മുഴുവൻ കാര്യങ്ങളും, അതായത് 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡുമാണ് ഞങ്ങൾ ടോട്ടൽ SI മാഡത്തിന്റെ ക്യാബിനിൽ സ്പെൻഡ് ചെയ്തത്. അത് മുഴുവനും ഏത് തരത്തിലുള്ള എവിഡൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനത് മുഴുവനും ACP മനോജ് സാറിന് കൈമാറിയിട്ടുണ്ട്. സ്വന്തം കുഴി തോണ്ടാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മിപ്രിയൻ്റെ ഈ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഒരു പരാതി തനിക്കെതിരെ വന്ന് അതിനെക്കുറിച്ചൊരു പോലീസ് ഓഫീസർ സംസാരിക്കാൻ വേണ്ടി വിളിപ്പിച്ച് ഓഫീസറുടെ ക്യാബിനകത്ത് ഇരുന്നിട്ട് താനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ LP ഇത് ബിഗ് ബോസിൽ മറ്റേ ബുള്ളറ്റിൻ്റെ ബാക്കിൽ ടാറ്റ കാണിച്ചു പോയതിനേക്കാൾ വലിയ കോമഡി ആയിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു പോലീസ് സ്റ്റേഷനിൽ 37 ഫുള്ള് റെക്കോർഡ് ചെയ്തു. അയ്യോ, എന്നിട്ട് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് 1 മണിക്കൂർ 17 മിനിറ്റ് 17 സെക്കൻഡ് എന്നൊക്കെ. ഓക്കെ, അത് ക്യാബിനിൽ ഇരുന്ന ടൈം മാത്രമാണ്. അൻസിബ പറയുന്നത് 3 മണിക്കൂർ അവരവിടെ പോസ്റ്റാക്കിയതാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, 3 മണിക്കൂറിൽ ഏകദേശം ഏറെക്കുറെ 1.5 മണിക്കൂർ നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അൻസിബയ്ക്ക് പറയാം. പിന്നെ വിവരാവകാശം കൊടുത്ത് അവിടുത്തെ CCTV ഉണ്ടോ എന്ന് അൻസിബ ചോദിച്ചത് തെളിവുകളില്ല എന്ന് ഉറപ്പ് വരുത്താനല്ല, തെളിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ വിവരാവകാശത്തിൽ ഒരാൾ അവിടെ CCTV ക്യാമറ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അതിൻ്റെ ഫുട്ടേജുകൾ വാങ്ങാനായിരിക്കും. അത്രയും സ്പെൻഡ് ചെയ്തു അവിടെ സമയം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിപ്പോയി. ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഇപ്പം അടുത്തുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികളൊക്കെ കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ ഏത് കൈൻഡ് ഓഫ് തോട്ട് പ്രോസസ്സിലൂടെ പോകുന്ന ഒരാളാണെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ. പക്ഷേ പബ്ലിക്കിൽ വന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ കോമഡി ഞാൻ ആലോചിച്ച് നോക്കുന്നത്, എൻ്റെ കയ്യിൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പോലീസുകാർ വരെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് തന്നെ എന്തിനാണ്? കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനോ? ഈ 2 കാര്യങ്ങൾക്കായിരിക്കാം. എന്തിനു പോകുമ്പോൾ നിങ്ങൾക്ക് പോലീസിന് ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളത് റെക്കോർഡ് ചെയ്ത് വെച്ചത് എടുത്തിട്ട്. കൊള്ളാം. എന്നിട്ടിപ്പോൾ ഭീഷണി, അൻസിബ ഇത് പുറത്ത് വന്നാൽ അൻസിബ എങ്ങനത്തവളാന്നുള്ളത് ഇന്ന് ലോകമറിയും. ഒരു വട്ടം ഞങ്ങൾ കേട്ടതാ നീന കുറുപ്പിനെ പ്രാക്കി വിട്ടത്. കൊള്ളാം. എന്താണ് ഇതൊക്കെ കോമഡി പീസുകളാണ് ഇതിനകത്ത് കുറേ എണ്ണങ്ങൾ. കുറച്ച് ആൾക്കാർ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. എന്താണെങ്കിലും ജനങ്ങളെ മുന്നിൽ
ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ട് ഉണ്ടായതാണ് ഇപ്പോൾ ഈ കാണുന്ന ഇവരുടെ എക്സിക്യൂട്ടീവും പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ. സ്ത്രീപക്ഷം വരണം, സ്ത്രീകൾ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ലാസ്റ്റ് എന്തായി? എല്ലാം കൂടിയും കൂട്ടത്തല്ല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞ അപരാധ കൂട്ടത്തല്ലും കച്ചവടയും പ്രശ്നങ്ങളൊക്കെ. കൊള്ളെന്താണെങ്കിലും ഈ ഇൻ്റർവെൽ ബാബുവിന് ഇപ്പം സമാധാനമായി ഉണ്ടാവും. ഇൻ്റർവെല്ലിന് എല്ലാവർക്കും കൂടി തട്ടണമെന്നായിരുന്നു. ഇൻ്റർവെല്ലിൽ പോയതോട് കൂടിയിട്ട് ഇൻ്റർവെല്ലിൽ ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ കാണാം വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളത്. ഞാനിപ്പോഴും ആലോചിച്ച് നോക്കുന്നത് ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ മിക്കവാറും രാജിക്കത്തിനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഐറ്റത്തിൽ നിൽക്കണേക്കാൾ നല്ലത് ഉള്ള മാനം കൊണ്ട് രക്ഷപ്പെട്ട് പോവാണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് ഒരു പോവായിരിക്കും മിക്കവാറും.